അല്ല മനസ്സാ ആ വക്കീല് ഇതൊക്കെ പറഞ്ഞത് ഒന്ന് പറഞ്ഞാ നിങ്ങള്? അതേടേ വക്കീല് പറഞ്ഞതേ ഇപ്പൊ സ്വത്തിന്റെ പകുതി നമ്മളെ മോൾട്ടിക്കാണ്, അതുപോലെ സംരക്ഷിക്കുന്നവർക്ക് എടുക്കാം, അങ്ങനെയാണ്. പിന്നെ ബാക്കിയുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് മൂന്നാൾക്ക് വീതിക്കാം. അതിപ്പോ വക്കീലിന്റെ അടുത്ത രേഖയൊക്കെ വക്കീലൊന്ന് തീരുമാനിക്കും. മോൾട്ടിനെ നമ്മൾ തന്നെയല്ലേ നോക്കണത്? നിങ്ങൾക്ക് വക്കീലിനോട് പറയൂടേതോ ഞങ്ങൾ തന്നെയാണ് നോക്കണത് എന്നുള്ളത്? നമ്മളെ കുഞ്ഞുട്ടിനെയും കൂടി നമ്മൾ അങ്ങനെ നോക്കിയിട്ടില്ല. എങ്ങനെ നമ്മൾ എങ്ങനെയൊക്കെ അവളെ നോക്കണത്? ഇനി നമുക്ക് ഓളെ തന്നെ നോക്കേ. അല്ല വല്യാത്തേ, ഇത്രയും കാലം നിങ്ങൾ തന്നെയല്ല നമ്മളെ മോൾട്ടിനെ നോക്കിയെന്ന്. ഞാൻ ഇപ്പൊ എന്തായാലും എറണാകുളത്ത് ഒരു ഫ്ലാറ്റ് എടുക്കാനുള്ള പരിപാടിയുണ്ട്. നമ്മളെ ഈ ഭാഗമ്പൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടേ എന്തായാലും ഇപ്പൊ അതിൽ ഓഹരി കിട്ടുമല്ലോ. പിന്നെ എറണാകുളത്താണെങ്കിൽ നല്ല ഡോക്ടർമാരുണ്ടല്ലോ, ചികിത്സ ഒക്കെ അവിടെ ആക്കാലോ. അതേ ഇപ്പൊ മോൾട്ടിനെ നോക്കണ നല്ല പ്രശ്നം. നമ്മളൊക്കെ വീറേ ഓൻ പറയണത് അവളെ പുറത്തുകൊണ്ടേ ചികിത്സിക്കണം, പിന്നെ നമ്മളെ പഴയ ലത്തീഫില്ലേ ഓനെ കണ്ടുപിടിക്കണം അതൊക്കെ പറഞ്ഞത്. പിന്നെ നമ്മള് പകു ഒരു മനസ്താപം ഉണ്ടായിരുന്നു അന്ന് പലപ്പോ ഞാനും കൂട്ടുന്നു. എവിടെ പോയി കിട്ടാനാ ലത്തീഫിനെ? നമ്മളിനിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലപ്പാ. അമ്മായിക്ക് ആരപ്പോ നിക്കുന്ന വെച്ചാൽ അമ്മായി നിന്നോട്ടെ. വല്യപ്പ എങ്ങനെ ചെജിന് പോയി നമ്മളും കുഴപ്പമില്ലമ്മ. മോൾട്ടിയെ ഇത് വല്യാക്കാനത്തും വല്യാക്കാനത്തും തന്നെ നിന്നോണ്ടിട്ടോ. എന്റെ കാര്യം ആലോചിച്ചിട്ട് നിങ്ങൾ ആരും ബുദ്ധിമുട്ടണ്ട, ഞാൻ എവിടെയൊക്കെ നിന്നോളാം.